എ റഹീം MP കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എ റഹീം, ജാമ്യം കിട്ടിയത് ആശ്വാസകരമാണ്, പക്ഷേ ഇത് താൽക്കാലികം മാത്രം. എന്തൊക്കെയാണ് ഇതിൽ വേണ്ട നടപടികൾ? ശാശ്വതമായ നടപടികൾ എന്തൊക്കെയാണ് കന്യാസ്ത്രീമാരുടെ വിഷയത്തിലും അടക്കം? ജാമ്യം ലഭിച്ച സംഭവത്തെ സ്വാഗതം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ജയിലിൽ പോയി അവരെ സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങിയ നിമിഷം മുതൽ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടണം എന്ന് തന്നെയായിരുന്നു. കാരണം അത്രയേറെ പീഡനമാണ് ഈ രണ്ട് കന്യാസ്ത്രീകളും അതോടൊപ്പം തന്നെ 19 വയസ്സുകാരനായ ആദിവാസി യുവാവിനും നേരിടേണ്ടി വരുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. കൊടിയ പീഡനങ്ങളായിരുന്നു ബജ്രംഗദളിൽ നിന്ന് മെന്റലി അവർക്കുണ്ടായത്. അസാധ്യമായ മെന്റൽ ടോർച്ചർ. കൂടെ ഉണ്ടായിരുന്നവരെ തല്ലുന്നത് കണ്ടു നിൽക്കുമ്പോഴും നിസ്സഹായരായി നിൽക്കേണ്ടി വന്നത്. BJP സർക്കാരിന്റെ ക്രൈസ്തവ വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷികളായി ഇരകളായി ഈ രണ്ടുപേർ മാറി. അപ്പോൾ BJPയുടെ ന്യൂനപക്ഷ വേട്ടയുടെ ഇരകളാണ് ഈ രണ്ട് സിസ്റ്റർമാർ. ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടാനുള്ളത് ഈ രണ്ടുപേർക്കുമെതിരെ, ആ ആദിവാസി യുവാവിനുമെതിരെ പ്രതിയാക്കി എടുത്തിരിക്കുന്ന കേസ് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായ കേസാണ്. ആ കേസ് അടിയന്തരമായി പിൻവലിക്കണം. ഈ ജാമ്യം ലഭിക്കണമെന്ന ആഗ്രഹം ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റിന് ഉണ്ടായിരുന്നില്ല, BJPക്ക് പൊതുവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ BJP ഗവൺമെന്റ് അതിനെ ശക്തമായി എതിർത്തത്. പക്ഷെ കേസ് മെരിറ്റില്ലാത്ത കേസാണ്. വോട്ടായതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. കോടതിയുടെ മൈൻഡ് അപ്ലൈ ചെയ്താൽ തീർച്ചയായും അതിൽ ജാമ്യം ലഭിക്കേണ്ട കാര്യങ്ങളാണുള്ളത്. കെട്ടിച്ചമച്ച ഈ കേസ് കോടതി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റാണ്. കാരണം അമിത്ഷാ, ഞങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ മുഴുവൻ MP-മാരെയും സാക്ഷി നിർത്തി അമിത്ഷാ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇന്നലെ ജാമ്യം ലഭിക്കുമെന്നാണ്. സർക്കാർ എതിർക്കില്ല എന്നുള്ള ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾക്കെല്ലാം അത് ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു. പക്ഷേ അത് വഞ്ചിപ്പിക്കുകയായിരുന്നു, ലജ്ജാകരമായ വഞ്ചനയായിരുന്നു പിന്നീട് നടന്നതെന്ന് മനസ്സിലായി. ഇന്നലെ കേസ് NIA കോടതി പരിഗണിക്കുമ്പോൾ നൽകിയ ഉറപ്പിൽ നിന്നും വ്യത്യസ്തമായി, ഞങ്ങൾക്ക് മാത്രം നൽകിയ ഉറപ്പല്ല, കേരളത്തിലെ BJP അധ്യക്ഷൻ ബിഷപ്പ് ഹൗസുകളിൽ ചെന്നു നൽകിയ ഉറപ്പ് കൂടിയായിരുന്നു അത്. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഉറപ്പ്, ആ ഉറപ്പ് ലംഘിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ്. ഇത്തരത്തിൽ സെൻസിറ്റീവായി ഉയർന്നു വന്നൊരു കേസ് കെട്ടിച്ചമച്ചതെന്ന് സർക്കാരിനും ബോധ്യമുള്ളൊരു കേസ്. പക്ഷെ ആദ്യം മുതൽ ഇന്നലെ NIA കോടതിയിൽ ജാമ്യം എതിർക്കാനുള്ള, റെസ്പോണ്ട് ചെയ്യാനുള്ള അവരുടെ സന്ദർഭം വരെ അവരെടുത്ത സമീപനം, BJP ഗവൺമെന്റ് എടുത്ത സമീപനം, ഇത് പൂർണ്ണമായും ന്യായമായ കേസ്, അന്വേഷണത്തിലിരിക്കുന്ന കേസ്, ജാമ്യം കിട്ടാതിരിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്തത് മാത്രമല്ല, ഇന്ന് രാവിലെ BJPയുടെ ഛത്തീസ്ഗഡിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഈ കന്യാസ്ത്രീകളെ വളരെ വക്രീകരിക്കുന്ന, അപമാനപ്പെടുത്തുന്ന, ഇവർ മതപരിവർത്തനത്തിന്റെ ആളുകളാണെന്ന് കൺവേ ചെയ്യുന്ന ഒരു കാരിക്കേച്ചർ അവരിടുകയാണ് ചെയ്തത്. ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുകയാണ്, ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ BJPയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇവർ ജയിലിൽ കിടക്കട്ടെ, ഇവർ മനുഷ്യക്കടത്ത് നടത്തിയവരാണ്, ഇവർ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ആൾക്കാരാണ്, ഇവർ അനുഭവിക്കണം, ഇവർ ജയിലിൽ കിടക്കണമെന്ന സ്വരവും നിലപാടും തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ കോടതി അതിന്റെ മെറിറ്റ് പരിശോധിച്ചാൽ ഏതൊരാൾക്കും അത് ഒരു അർത്ഥവുമില്ലാത്ത പൊള്ളയായ കേസാണെന്ന് മനസ്സിലാകും. ആ അർത്ഥത്തിലാണ് അവർക്കിപ്പോൾ നിയമത്തിൽ നിന്ന് ഇളവ് കിട്ടിയിരിക്കുന്നത്. നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കരുണ അല്ലെങ്കിൽ ന്യായം, നീതി ലഭ്യമായിരിക്കുന്നത്. അപ്പൊ അവൾക്ക് ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായ നീതിയാണ്. ഗവൺമെന്റ് ചെയ്യേണ്ടത് അടിയന്തരമായി ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ അന്വേഷണത്തിലാണല്ലോ ഇരിക്കുന്നത്. അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി ഈ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി, ഈ കേസ് എടുത്തു കളയുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. യഥാർത്ഥത്തിൽ BJPക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. പക്ഷെ BJP അത് ചെയ്യാനാകില്ല. കാരണം ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടായ ഒരു കാര്യമല്ല. ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്ത, രാജസ്ഥാനിൽ നിന്ന് ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായ വാർത്തയാണ് രാവിലെ വായിക്കാനിടയായത്. രാജ്യത്തുടനീളം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ മുസ്ലിം വിരുദ്ധരാണ്, അവർ ക്രൈസ്തവ വിരുദ്ധരാണ്, ദളിത് വിരുദ്ധരാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അതവരുടെ രാഷ്ട്രീയ ജനിതക സ്വഭാവമാണ്. അതവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇരകളാണ്. ഞാൻ ഒടുവിലെത്തത് പറയില്ല. എനിക്കുറപ്പുണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ BJPയുടെ ഭരണത്തിന്റെ കീഴിൽ, ഡബിൾ എഞ്ചിൻ സർക്കാരുകളുടെ ചുവട്ടിൽ ഇതെല്ലാം ഇനിയും ആവർത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം BJPയുടെ പൊളിറ്റിക്കൽ തിയറി അതാണ്. ഛത്തീസ്ഗഡിൽ മുസ്ലിം ജനസംഖ്യ വളരെ കുറവാണ്.
അതുകൊണ്ട് അവർ പൂർണ്ണമായും ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവിടെ മുസ്ലിങ്ങൾക്കെതിരെയും കലാപം നടക്കുന്ന ചരിത്രമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ക്രൈസ്തവർ വളരെ സിഗ്നിഫിക്കന്റ് മെജോറിറ്റിയായി വരുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് മൈനോറിറ്റി ആയി വരുന്ന സ്ഥലങ്ങളിൽ അവർ ക്രൈസ്തവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ക്രൈസ്തവ വിരുദ്ധത, ആ ഹേറ്റ് ക്യാമ്പയിനിലൂടെ അവർ വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. ഈ ഡിവൈസീവ് പൊളിറ്റിക്സ് അവസാനിപ്പിക്കണം. സംഘപരിവാറിന്റെ ഈ തിയറി, സംഘപരിവാറിനോട് അകലം പാലിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ സംഭവത്തിൽ നിന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ ആശ്വാസകരമായ വാർത്ത പുറത്തു വരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഒരുപാട് പേര്, ഇപ്പോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിശ്വാസി ഉണ്ടെങ്കിൽ അയാൾക്ക് റീത്തിങ്ക് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബി ജെ പി വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനിലൂടെ ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ സൃഷ്ടിക്കുകയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കിടയിൽ നുണപ്രചരണങ്ങളും വിഷമിപ്പിക്കുന്ന വ്യാജപ്രചരണങ്ങളും നടത്തി അവർ ജനവിഭാഗത്തെ കൂടെ നിർത്തുന്നതിനുള്ള നിന്ദ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിന് കേന്ദ്ര ഭരണത്തെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ പ്രലോഭിപ്പിക്കാനും അവർ കൂടെ നിർത്താനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബി ജെ പിയുടെ കേരളത്തിലെ മുഖം മൂടിയെ അനാവരണം ചെയ്യാൻ കഴിഞ്ഞ ഒരു സംഭവം കൂടിയായി ഇതിനെ കാണണം. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിന്റെ പൊതുസമൂഹമാകെ ഒറ്റക്കെട്ടായി നിന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തമായി അപലപിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. അപ്പോൾ ഇത്ര ഗൗരവത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് നടത്തിയ ഈ പ്രവർത്തനങ്ങളാണ്, ആ ഇടപെടലാണ് യഥാർത്ഥത്തിൽ പിന്നീട് ശക്തിയായി വന്നത്. മുഖ്യമന്ത്രി എഴുതുന്ന കത്ത്, അതിന്റെ പിന്നാലെയാണ് കേരളത്തിലെ കോൺഗ്രസ് എംപിമാര്, ഇടതുപക്ഷത്തിന്റെ എംപിമാര്, പിന്നീട് പാർലമെന്റിനുള്ളിലെ സമ്മർദ്ദം, മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് വളരെ സജീവമായി വരുന്നു. അപ്പോൾ കേരളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നടത്തിയ ഈ ഇടപെടലാണ്, സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഇന്ന് ഇവർക്ക് ജാമ്യം നൽകുന്നതിലേക്ക്, ജാമ്യം ലഭിക്കുന്നതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ടൈം ലൈൻ എടുത്ത് പരിശോധിച്ചാൽ നമ്മളെല്ലാവർക്കും, ബി ജെ പിക്കാരൊഴികെ ബാക്കി എല്ലാവർക്കും ഒരൊറ്റ സ്വരമായിരുന്നു. ബി ജെ പി ഒഴികെ ബാക്കി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിലാണ് ഇതിന്റെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ആ പോരാട്ടം ഇനിയും തുടരണം.